ഉടമ്പടി ഒരിക്കലും അറിവിൻ്റെയോ അതിശയത്തിൻ്റെയോ പ്രാർത്ഥനാ പദ്ധതിയല്ല, മറിച്ച് തീഷ്ണതയുടെയും ജ്ഞാനത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും ദൈവാനുഭവത്തിൻ്റെ ആന്തരികാത്മാവിലേക്കുള്ള ഒരു ആത്മീയ യാത്രയാണിത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിനെ നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് നിങ്ങൾ ഉടമ്പടിയിലാണെന്ന് ബോധ്യപ്പെടുത്തണം. മെർലിന് സംഭവിച്ച കാര്യം, മെർലിൻ ഇതിൻ്റെ സാമ്പിൾ എടുത്ത് ഉപയോഗിക്കുന്നു. കാരുണ്യപ്രവൃത്തി ഇല്ല, ഇവാഞ്ചലൈസേഷൻ ഇല്ല. അതൊക്കെ ഇതിൻ്റെ അകത്ത് ഇത്തിരി കഷ്ടപ്പെട്ട പണികളാണ്. അപ്പം അതെന്തുകൊണ്ട്? ശ്വാസോച്ഛ്വാസം മാത്രമേ ഉള്ളൂ. കുർബാനയുണ്ട്, കുടുംബ പ്രാർത്ഥനയുണ്ട്, ജപമാല കുടുംബ പ്രാർത്ഥനയുണ്ട്, കുർബാനയുണ്ട്, വചന വായനയുണ്ട്. അപ്പം ശ്വാസോച്ഛ്വാസമുണ്ട്, അത്രേ ഉള്ളു കാര്യങ്ങൾ. അത് വർക്കൗട്ട് ചെയ്യത്തില്ല. എന്തു ചെയ്യും? പ്രതിരോധം നഷ്ടപ്പെട്ട കാരണം നമ്മൾ ഈ കാരുണ്യപ്രവൃത്തി പ്രതിരോധമാണ് ഉച്ചരിക്കുന്നത്. പ്രതിരോധം നഷ്ടപ്പെട്ട കാരണം നമുക്ക് സെക്യൂരിറ്റി പോകും. ഇപ്പം നമുക്ക് നമ്മുടെ ബോഡിയിൽ വേറെ അണുക്കൾ കയറാതിരിക്കാൻ വേണ്ടി നമ്മുടെ ബോഡിയിൽ തന്നെ പ്രതിരോധ അണുക്കളുണ്ടല്ലോ, അതിനെ ബൂസ്റ്റ് ചെയ്യാനാണല്ലോ നമ്മൾ ഓരോ ഭക്ഷണമൊക്കെ കഴിക്കണത്. അപ്പോൾ അത് കാരുണ്യപ്രവൃത്തി അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ കാരുണ്യപ്രവൃത്തിയുടെ പ്രതിരോധം ഇല്ലാഞ്ഞ കാരണം ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിച്ചു? ഇങ്ങനെ വെൽ ടു ഡു ഫാമിലി ആയിരിക്കുന്ന ആളുകളുടെ ജോലി അങ്ങോട്ട് നഷ്ടപ്പെട്ടു. ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരുടെ ട്രേഡും കരിയറും അനുസരിച്ചുള്ള പ്രൊഫഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ലെഫ്റ്റ് ഇൻ ദി എയറാണ്. ഒരു പിടിയും ഇല്ലാതെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ അപ്പം തടിയെ പോലെ പറന്ന് നടക്കും. അപ്പോൾ സംഗതി ജോലി നഷ്ടപ്പെട്ട് കുടുംബം അപ്പടെ കുളമായി. അപ്പോൾ പിന്നെ എന്ത് ചെയ്ത്? രണ്ടുപേരും നാട്ടിൽ നിന്ന് അവിടെ നിന്ന് തിരിച്ചു പോന്നു, നാട്ടിലേക്ക് പോന്നു. നാട്ടിലേക്ക് വന്ന സമയത്ത് അവർ കാരിങ്ങുമായി, അവർ ഗർഭിണിയുമായി. പിന്നെ ഉടമ്പടിയിൽ ഇപ്പോൾ ഒരു കുഞ്ഞൊക്കെ ആകാൻ പോകുന്നു. പിന്നെ ജോലി നഷ്ടപ്പെട്ടു. പണ്ട് ജോലി ചെയ്ത കാശ് കൊണ്ട് അത്യാവശ്യം അരിവയും മേടിച്ച് പോവുകയാണ്. ജീവിതം ഇങ്ങനെ നേരെ താഴേക്ക് വന്നില്ലേ. അപ്പോഴെന്താ അപ്പനും അമ്മയും പറഞ്ഞു, നിങ്ങൾ പോയി ഉടമ്പടി പുതുക്കാൻ പറഞ്ഞു. അപ്പനും അമ്മയും പറഞ്ഞ് നിങ്ങൾ പോയി ഉടമ്പടി പുതുക്കെന്ന് പറഞ്ഞു. അവർ വന്ന് ഉടമ്പടി പുതുക്കി, രണ്ടാമത് ഉടമ്പടി ക്ലാസ്സെല്ലാം കൂടി ഉടമ്പടി പുതുക്കി. ഇപ്പോൾ അവർക്ക് സമയമുണ്ട്. ഈ വിദേശ രാജ്യത്തുള്ളൊരു കുഴപ്പമെന്ന് പറയണത്, ഇപ്പോൾ ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ എവിടെയാണോ ഷാർജയിൽ ധരിപ്പിക്കാൻ ചെന്നപ്പോൾ ഒരു വീട്ടിൽ താമസിച്ചു. അപ്പോൾ അവർ എന്നോട് പറയാണ്, ഭാര്യയും ഭർത്താവുമാണ്, ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ട് 1 മാസമായിരുന്നു. നമുക്കതിന് അത്ഭുതമില്ല. അവർ തമ്മിൽ നേരിട്ട് ഒരു വീട്ടിൽ താമസിക്കുകയാണ്. അവർ തമ്മിൽ എന്താ കാര്യം? ഭാര്യയ്ക്ക് നൈറ്റ് ഷിഫ്റ്റ്, ഇയാൾക്ക് ഡേ ഷിഫ്റ്റാണ്. ഇയാൾ വരുമ്പോൾ 1 മണിക്കൂർ മുമ്പ് ഭാര്യ പോകും, ഭാര്യ വരണതിന് 1 മണിക്കൂർ മുമ്പ് ഇയാൾ പോകും. അതന്നെ അവസ്ഥ വരണത്. അപ്പം അങ്ങനെ തമ്മിൽ കാണുന്നില്ല, സംസാരിക്കുന്നില്ല, അങ്ങനെ. അപ്പോൾ അതിനിടയ്ക്ക് പ്രാർത്ഥനാ ജീവിതമൊക്കെ സ്വാഹ. അപ്പം അങ്ങനെ വരുമ്പോൾ ഭയങ്കര ഇപ്പം അതെല്ലാം മാറി ഇവർക്ക് ഇപ്പോൾ വീട്ടിൽ വന്ന് നിന്ന് ഒരു കുഞ്ഞൊക്കെ ഉള്ള കാരണം ഒരിടത്തും പോണില്ല. പിന്നെ അങ്ങനെ വന്നപ്പോൾ കുറച്ച് സമയമൊക്കെ കിട്ടിയപ്പോൾ അപ്പനമ്മയും പറഞ്ഞ്, നിങ്ങളിനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി പുതുക്കണമെന്ന് പറഞ്ഞു. അവർ ഭാര്യയും ഭർത്താവും വന്ന് ഉടമ്പടി ആത്മാർത്ഥമായിട്ട്, ഇവർ രണ്ടുപേരും ബേസിക്കായിട്ട് നല്ല കക്ഷികളാണ്. അവർക്കങ്ങനെ വീണ് പോയാൽ പിന്നെ ഒത്തിരി തിരിച്ച് നടക്കേണ്ട കാര്യമില്ല. അവരെ ബേസിക്കായിട്ട് ഒരു കാത്തലിക് സ്പിരിറ്റുള്ള ആൾക്കാരെ കാരണം വീണ് കഴിഞ്ഞാൽ അവർക്ക് അല്പം നടക്കുമ്പോൾ തന്നെ ആ സ്പോട്ടിലെത്തും. ചെറുക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മണിക്കൂറോളം കിലോമീറ്ററോളം നടന്ന് തിരിച്ച് നടക്കേണ്ടി വരും. ഇതങ്ങനെ അത്രയില്ല. അവർ വന്നു, അവർ ക്ലാസ്സെല്ലാം കേട്ടു. ക്ലാസ്സെല്ലാം കേട്ട് അവർക്ക് മനസ്സിലായി ഇതിനകത്ത് ഇവാഞ്ചലൈസേഷനാണ് എക്സ്ട്രാ ഉള്ളത്. തങ്ങളത് ചെയ്തിട്ടില്ല. വിശ്വാസ കൈമാറ്റമാണ് എക്സ്ട്രാ ഉള്ളത്. അത് ദൈവസ്നേഹത്തോടെ ചെയ്യേണ്ടതാണ്. തങ്ങളത് ചെയ്തിട്ടില്ല. അപ്പോൾ തനിക്ക് തങ്ങളത് ചെയ്യാൻ തീരുമാനിച്ചു.
അപ്പോൾ രണ്ടുപേരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ കാര്യങ്ങൾ ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ അവർക്ക് കാര്യങ്ങളെല്ലാം ഓടിത്തിരിയോ, ഒന്ന് ചെയ്യൂ അല്ലെങ്കിൽ ചെയ്യത്തില്ല. എഡ്യൂക്കേഷൻ കൂടിക്കഴിഞ്ഞാലുള്ള ഒരു ഗുണം അതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒന്നെങ്കിൽ ചെയ്യും അല്ലെങ്കിൽ ചെയ്യത്തില്ല. തന്നിൽ ഒന്നേ ഉള്ളു. ചിലരെന്ത് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തെന്ന് വരുത്തി തീർക്കും, ചെയ്തതും ചെയ്യാത്തതും ചെയ്ത ഒരുപോലെയാകും. അങ്ങനെ ചെയ്യണ കുറേ ആൾക്കാരും ഉണ്ട്. അപ്പം അതൊക്കെ എല്ലാം കറക്റ്റ് ചെയ്യണം. എനിക്ക് ഇപ്പോൾ മനസ്സിലായിരിക്കണ ഒരു കാര്യം, എൻ്റെ സഹോദരങ്ങളെ, ഉടമ്പടി ദൈവത്തെ ബോധ്യപ്പെടുത്തണം നിങ്ങൾ ഉടമ്പടിയിലാണെന്നുള്ളത്. അപ്പോൾ സിമ്പിളാണ് ഉടമ്പടി. എൻ്റെ സഹോദരങ്ങൾ ഉടമ്പടിയിലാണെന്നുള്ളത് ദൈവത്തെ ബോധ്യപ്പെടുത്തണം. നിങ്ങൾക്ക് ഒരു കാര്യം രഹസ്യം അറിയാമല്ലോ. കാര്യം നിങ്ങൾ എഴുതി വച്ചേക്കുന്ന കാര്യങ്ങളൊന്നും ദൈവത്തിന് ഒരു സെക്കൻഡ് ടൈമേ ഉള്ളൂ ഇതിനാവശ്യം. വാരിക്കെട്ടെടുത്ത് ഇത്തരം വിഷയത്തിൻ്റെ ഒരു കാര്യം ദൈവം ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. ആ സെക്കൻഡിന് ഇതെല്ലാം പിക്ചർ മൊത്തം മാറും. പക്ഷെ എൻ്റെ മക്കളെ ദൈവം മനസ്സിൽ വെപ്പിക്കണം നിങ്ങൾ. ഇപ്പം കഴിഞ്ഞ ഇന്ന് വെളുപ്പിനെ ഉണ്ടല്ലോ, വെളുപ്പിനെ ഞാൻ ബൈബിൾ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ വചനം, നിങ്ങളെ പ്രതിയാണ് ഞാൻ പ്രാർത്ഥിച്ചതെന്ന് ഓർക്കണം. അപ്പോൾ പറയണം, ഈ എബ്രഹാം പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ റബേക്ക ഇസഹാക്കിന് വേണ്ടി ഒരു വൈഫിനെ കണ്ടെത്താൻ വേണ്ടി എബ്രഹാം ദൂതനെ വിടണ ഭാഗമാണ്. അപ്പോൾ എബ്രഹത്തിനോട് ദൂതൻ ഉടമ്പടി ചെയ്യും. എബ്രഹാം ദൂതനോട് ഉടമ്പടി ചെയ്യും. എന്തിനാണ്? ഈ വൈഫിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയും. അപ്പോൾ ഞാൻ കണ്ടെത്തുന്ന സ്ത്രീ ഇങ്ങോട്ട് എൻ്റെ കൂടെ വരാൻ മനസ്സില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മകനെ ആ നാട്ടിലോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറയും, എബ്രഹാം പറയും നോ എന്ന് പറയും. നോ എന്ന് പറയും. അത് സീരിയസാണ്. ഞാൻ കളഞ്ഞു വിട്ടുപോണ നാട്ടിലോട്ട് എൻ്റെ മകനെ നിങ്ങളെ, ഇതാണ് ഇന്നത്തെ സന്ദേശം. ഇന്ന് വെളുപ്പിനെ നിങ്ങളോട് എന്ത് പറയണമെന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞതാണ്. അത് എവിടെയാ? 24:5-6 ഉൽപ്പത്തി 24:5-6 ശ്രുതികണ്ട. ഹല്ലേലൂയ. 24:5 മുതലുള്ള തിരുവചനങ്ങൾ. അപ്പോൾ ദാസൻ ചോദിച്ചു, ആ സ്ത്രീക്ക് പറഞ്ഞേ, ആ സ്ത്രീക്ക് എന്നോട് കൂടെ നാട്ടിലേക്ക് പോരാൻ ഇഷ്ടമില്ലെങ്കിലോ അങ്ങ് വിട്ടുപോകുന്ന നാട്ടിലേക്ക് അങ്ങയുടെ മകനെ ഞാൻ കൊണ്ടുപോകണമോ? അബ്രഹാം പറഞ്ഞു, എന്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. എന്റെ പിതാവിന്റെ വീട്ടിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവന്നവനും എന്നോട് സംസാരിച്ചവനും നിന്റെ സന്തതികൾക്ക് ഈ ഭൂമി ഞാൻ തരുമെന്ന് വാഗ്ദാനം ചെയ്തവനുമായ ആകാശത്തിന്റെ ദൈവമായ കർത്താവ് തന്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും. നീ അവിടെ നിന്ന് എന്റെ മകന് ഒരു ഭാര്യയെ കണ്ടെത്തുകയും ചെയ്യും. ദൈവ മനുഷ്യരും ദൈവ ജീവിതവും എന്നൊക്കെ പറയുന്നത് വ്യത്യസ്തമായൊരു ജീവിതമാണ്. എന്താ പറയണത്? എന്നോട് എൻ്റെ ചാർച്ചക്കാരിൽ നിന്നും എൻ്റെ മാതാപിതാക്കന്മാരിൽ നിന്നും അവരുടെ പ്രത്യേക ദൈവമില്ലാത്തൊരു ജീവിതത്തിൽ നിന്നും എന്നെ തിരിച്ചു കൊണ്ടുപോകുന്ന ദൈവം തൻ്റെ ദൂതനെ നിൻ്റെ കൂടെ അയക്കും. ആ സ്ത്രീ നീ കണ്ടെത്തുന്ന, എൻ്റെ മകന് വേണ്ടി ജീവിത പങ്കാളിയെ നീ കണ്ടെത്തുന്ന സ്ത്രീ നിൻ്റെ കൂടെ വരും. അതാണ് വിഷയം. അതായത് ഉടമ്പടിയിലുള്ള വിശ്വാസമാണത്. എബ്രഹാം ഉടമ്പടിയിൽ ഉടമ്പടി ഒരു വിശ്വസ്തതയുടെ ട്രാൻസാക്ഷൻ ആണെങ്കിലും ആ ഉടമ്പടിയിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം. ആര്? ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തതാണ്. കഴിഞ്ഞ ദിവസത്തെ
അശ്വതര സാക്ഷ്യം കേട്ടില്ലേ? കർത്താവേ, എനിക്കാകപ്പാടെ ആസ്തിയുള്ളത് നിന്നോട് ചെയ്ത ഉടമ്പടി മാത്രമാണ്. അതാ സംഭവം. ഉടമ്പടിയിൽ വിശ്വസിക്കണം നമ്മൾ. കാര്യം എന്താണ്? വാഗ്ദാന പ്രകാരമാണ് ദൈവം ഇവനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ നീ പറയണതൊന്നും അല്ല കാര്യം. ആ സ്ത്രീ നിൻ്റെ കൂടെ പോരാതിരിക്കത്തില്ല. എന്താ കാര്യം? എൻ്റെ കർത്താവിൻ്റെ ഉടമ്പടിയിലാണ് ഞാൻ ജീവിക്കണത്. അതുകൊണ്ട് അവൾക്ക് പോരാതിരിക്കാൻ പറ്റത്തില്ല. പോന്നില്ലെങ്കിലോ? അപ്പോൾ എബ്രഹാം പറയും, പോന്നില്ലെങ്കിലും എൻ്റെ മകനെ ഞാൻ വിട്ടുപോകുന്ന സ്ഥലത്തേക്ക് എൻ്റെ മകനെ നീ തിരിച്ചു കൊണ്ടുപോകരുത്. അതാണ് എപ്പോഴും വളരെ വിഷയം. അതാണ് ഈ പട്ടി സഞ്ചരിക്കുമ്പോഴേ, പട്ടി പോണ കണ്ടില്ലേ? നമ്മുടെ കൂടെ വരുമില്ല, പള്ളിയിലൊക്കെ വരുത്തില്ലേ അല്ലേ? അവൻ മുമ്പിൽ ചിലപ്പോൾ പുറകിലേ പിടിക്കത്തുള്ളൂ. എന്താ കാര്യം? അവൻ കാണുന്ന തെങ്ങും മുട്ട മുഴുവൻ മൂത്രം ഒഴിച്ചേ വരത്തുള്ളൂ. അവന് കാണുന്ന എന്തിനാണ് കാര്യം? ഈ വീട്ടുകാരൻ നഷ്ടപ്പെട്ടാലും അവൻ്റെ മൂത്രത്തിന് മണം പിടിച്ച് അവൻ്റെ വീട്ടിൽ പോകണം. പട്ടിക്ക് വളരെ കാൽക്കുലേഷനുണ്ട്. അതുകൊണ്ടാണ് കാണുന്നിടത്ത് എല്ലാം കാലുപൊക്കി മൂത്രമൊഴിച്ചുകൊണ്ട് പോരണത്. ഈ കാലുപൊക്കി മൂത്രമൊഴിക്കണ പട്ടികളെപ്പോലെ ആയിരിക്കരുത് ഉടമ്പടി. തിരിച്ചു പോകണമെന്ന് വിചാരിക്കരുത്. ഇറ്റ്സ് വെരി സീരിയസ് തിങ്. എന്ന് വെച്ചാൽ നമ്മൾ ഉടമ്പടി കഴിയുമ്പോൾ നമ്മൾ വിട്ടുപോകുന്ന പലരുടെയും കുഴപ്പങ്ങൾ അതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 90 ദിവസം മാത്രമല്ലേ ഉള്ളൂ, 90 ദിവസം കഴിയുമ്പോൾ പിന്നെ 5:30 എഴുന്നേക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് സംഭവം. ഉടമ്പടി 90 ദിവസം മാത്രമല്ലേ ഉള്ളൂ. എങ്ങാനും ഒരു 90 ദിവസം കൂടെ ഒപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ 5:30 എഴുന്നേക്കണ്ട, ഇഷ്ടംപോലെ കിടന്ന് ഉറങ്ങാവല്ല. അത് പടിനീളെ മൂത്രം ഒഴിക്കണ പോലെ ഇരിക്കും. മനസ്സിലായില്ലേ? തിരിച്ചു പോകുന്നു. അവൾ പറഞ്ഞു, അമ്മ എല്ലാ മാസവും എനിക്ക് തലവേദന വരാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഇന്നായപ്പോൾ എനിക്ക് തലവേദനയില്ല, ഈ മാസം എനിക്ക് തലവേദന വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ എല്ലാ പ്രാവശ്യവും സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് നെറ്റിയിൽ വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം കുരിശ് വരച്ച് കൊടുക്കാറുണ്ട്. ആത്മീയമായിട്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയും. ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ആദ്യമൊക്കെ എനിക്ക് എഴുന്നേൽക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. എൻ്റെ മകളാണ് പത്രമൊക്കെ കൊടുക്കാനൊക്കെ എന്നെ സഹായിക്കുന്നത്. അതിനുശേഷം 3 മാസത്തിന് ശേഷം ഞാൻ തന്നെ എല്ലായിടത്തും പത്രങ്ങളൊക്കെ കൊടുക്കാനും കൊടുത്തു. 3 മാസത്തിന് ശേഷം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും ഇവിടെ ആദ്യത്തെ മാസത്തിൽ തന്നെ ബ്രദർ എന്നോട് പറഞ്ഞു ഉടമ്പടി പറയാൻ പറഞ്ഞു. പക്ഷേ ഞാനത് പറയാതെ ഞാൻ പോയി. അതിൻ്റെ ഫലം എനിക്ക് കിട്ടി. പിന്നീട് എനിക്ക് ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ തടസ്സങ്ങളായിരുന്നു അവിടെ. അതിനാണ് ഈശോനോട് മാധവനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. പിന്നെ എനിക്ക് പല്ലുവേദന ഉണ്ടായിരുന്നു, അത് ഞാൻ ഇതിൽ വച്ചിട്ടില്ല. എനിക്ക് നല്ല പല്ലുവേദന ഉണ്ടായിരുന്നു. പല്ല് ഇവിടെ നിന്ന് 2 എണ്ണം എടുത്തു കളയേണ്ട അവസ്ഥ വന്നു. പിന്നെ എനിക്ക് ആരോടെങ്കിലും സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. ഇവിടെയൊക്കെ നീരടിച്ചിട്ട് ഇരുന്ന്. പിന്നെ ഞാൻ ആദ്യം ഉപ്പ് വെച്ചപ്പോൾ മാറിയില്ല. പിന്നെ ഉടമ്പടി ഉപ്പെടുത്ത് പുരട്ടി, അത് മാറിയില്ല. ഞാൻ പിന്നീട് വേറൊരു ദിവസം പിന്നെ സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് കണ്ണീരൊക്കെ വരുമായിരുന്നു കണ്ണിൽ നിന്ന്, വേദന കൊണ്ട്. ഞാൻ ഓർക്കും, ദൈവമേ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഒരു നിവൃത്തിയും ഇല്ല എനിക്ക്. എന്നിട്ട് പിന്നെ എനിക്കൊരു പ്ലാൻ തോന്നി. ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും കൂടെ ഒരുമിച്ച് കുഴച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി വെച്ചു. അതിനുശേഷം പിന്നെ ഇതുവരെ എനിക്ക് ഇപ്പോൾ 1 വർഷത്തോളം ആവുന്നു, പല്ലുവേദനയെ വന്നിട്ടില്ല എനിക്ക്. അതിന് ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ മോൾ SLC പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്തെല്ലാം ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ച് തൈലം കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാലും പറഞ്ഞു വിടാറുള്ളത്. എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പഠിത്തത്തിൽ വളരെ പിന്നോക്കമായിരുന്നു. ഞാൻ 60% മാർക്കേ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷേ അവൾക്ക് 86% മാർക്ക് കൊണ്ട് ഇപ്പോൾ അവൾ പാസ്സായി, SLC പാസ്സായി. പിന്നെ ഞങ്ങൾക്ക് ഒരു വരുമാന മാർഗമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഈശോപ്പൻ ഒരു വള്ളവും 2 എഞ്ചിനും വലയും ഒക്കെ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. എൻ്റെ പേര് ഗിൽസ. ഞാൻ പുതുക്കാട് തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ 5/5/2019 ആദ്യമായി ഉടമ്പടി എടുത്തത്.
അന്ന് പ്രാർത്ഥനയിൽ വെച്ചേർന്നത് അമ്മയ്ക്ക് വയറ് സംബന്ധമായ അസുഖം മാറാനും ചേട്ടന് ജോലി ലഭിക്കാനും എനിക്കൊരു ജോലി കിട്ടാനും ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കാനും ഒക്കെ ആയിരുന്നു നിയോഗങ്ങളിൽ പറഞ്ഞിരുന്നത്. ആ ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം തന്നെ അമ്മയുടെ വയറ് സംബന്ധമായ അസുഖങ്ങൾ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 2 മാസത്തിനുള്ളിൽ ചേട്ടന് ജോലി ലഭിച്ചു. പിന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലി കിട്ടി. ഞാനിപ്പോൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യണു. പക്ഷെ കുഞ്ഞിനെ മാത്രം നൽകിയില്ല. അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ കൊന്തയൊന്നും കാര്യമായിട്ട് ചെല്ലിയായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ആയിരിക്കും കാരണം എന്ന് വിചാരിച്ചായിരുന്നു. എല്ലാ 3 മാസം കൂടുമ്പോഴും അന്ന് ഉടമ്പടി പുതുക്കുമായിരുന്നു. മാതാവിൻ്റെ മറ്റു പേപ്പറൊക്കെ വാങ്ങിച്ച് അവിടെയുള്ള രോഗികൾക്കും എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പക്ഷെ കുഞ്ഞിനെ മാത്രം നൽകിയില്ല. അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ 5ാമത്തെ പുതുക്കലിന് ഇവിടെ പുതുക്കി കഴിഞ്ഞ് അച്ഛൻ്റെ നമ്പർ എടുത്ത് ഇവിടെ ആൾത്താരയിൽ വന്ന് അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അഭിഷേക തൈലം തന്ന് പുരട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞായിരുന്നു. അന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു, ഉണ്ണി ഉണ്ടായി കഴിഞ്ഞെങ്കിൽ സാക്ഷ്യം പറഞ്ഞോളൂ എന്ന്. 3/10/2022 ഞങ്ങൾ ഉടമ്പടി പുതുക്കി അച്ഛനെ വന്ന് കണ്ടത്. 26/10/2022 പീരീഡ്സ് ആവാത്തതിനെ തുടർന്ന് UPT ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവായിട്ടാണ് കണ്ടത്. അതെനിക്ക് നല്ല ഉറപ്പുണ്ട് മാതാവ് തന്നെയാണ് എനിക്ക് ഉണ്ണീനെ തന്നേന്ന്. കാരണം 5 വർഷമായി ഞങ്ങൾക്ക് കൊച്ചുങ്ങളില്ലാണ്ട്. ഈ 5ാമത്തെ വർഷമാണ് ഇപ്പോൾ ഉണ്ണീനെ നൽകി അനുഗ്രഹിച്ചത്. പിന്നെ ജോലിയിൽ പോയപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. നേഴ്സാന്ന് പറഞ്ഞാലും ഓരോ പരിപാടി ചെയ്യുമ്പോഴും എനിക്ക് ഓരോന്നും ചെയ്യാനും പേടി തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ കൃപാസന മാതാവിൻ്റെ ലോക്കറ്റ് ഉണ്ടെങ്കിലും അത് ചിലപ്പോൾ കൊന്തേമയായി ബാഗിലായിരിക്കും ചിലപ്പോൾ. അപ്പോൾ എൻ്റെ അമ്മ പറയും, ഇത് നിൻ്റെ ദേഹത്തോടെ തന്നെ ചേർന്ന് കിടന്നാൽ മതി, അപ്പം നിനക്കൊരു ധൈര്യം ഉണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ചെയ്തിട്ട് വരുമെന്ന് വെച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും കൊടുക്കണതിൽ തെറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം ഉണ്ടായി. ഒരു ദിവസം വീട്ടിലേക്ക് എത്തുമ്പോഴും ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും. അമ്മ ഞാനിന്ന് അത് ചെയ്യാൻ ഇങ്ങനെയായി പോയി ചെയ്തത്, അപ്പം ഇനി നാളെ ചെല്ലുമ്പോൾ ചീത്ത കേൾക്കും, ഇതൊക്കെ ഞാൻ പറയാറ്. അപ്പം അമ്മ പറയും, ഇത് എപ്പോഴും മാതാവ് നിൻ്റെ കൂടെ ഉണ്ടായിക്കോട്ടെ, അപ്പം നീ എന്ത് ചെയ്താലും നിൻ്റെ കൂടെ മാതാവ് ഉണ്ടാവും, നീ ഇനി ഒന്നും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയും. അപ്പോൾ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പം എനിക്ക് ഇത്തിരി ധൈര്യമൊക്കെ വന്നിട്ടുണ്ട്, പേടിയൊക്കെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് ഡ്യൂട്ടി ചെയ്യാനൊക്കെ. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ ഞാൻ രോഗികൾക്ക് കൃപാസന മാതാവിൻ്റെ പേപ്പർ കൊടുക്കുമായിരുന്നു. പിന്നെ ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോഴും മാതാവിൻ്റെ സ്തുതിക്കായിട്ട് ഓരോന്നും ഇങ്ങനെ ചെയ്യായിരുന്നു. ഡയപ്പർ മാറ്റുമ്പോഴും ഒക്കെ ഒരു ഉണ്ണീനെ നൽകി അനുഗ്രഹിക്കണേ മാതാവേ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഞാൻ ചെയ്യാറ്. പിന്നെ ചേട്ടൻ നാട്ടിൽ വന്നപ്പോൾ പിന്നെ ചേട്ടനും ഞാനും കൂടിയിട്ട് രാവിലത്തെയും വൈകിട്ടത്തെയും ഒക്കെ പ്രെയർ എന്നും ചൊല്ലുമായിരുന്നു. യേശു മഹത്വം, യേശു നന്ദി. എൻ്റെ പേര് ബിൻസി ആൻ്റണി. ഞാൻ കുമ്പളങ്ങി സെൻറ്റ് പീറ്റേഴ്സ് ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ 26/3/2022 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഞാൻ എൻ്റെ മകളുടെ പുറത്തുപോയി പഠിക്കുന്നതിനുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത്. പിന്നെ 2009 മുതൽ ഞാൻ ഈ കൃപാസനത്തിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമായിരുന്നു. എൻ്റെ മകന് വലിയൊരു രോഗാവസ്ഥയുണ്ടായിരുന്നു. അതും എനിക്ക് എൻ്റെ ഈ കൃപാസന മാതാവ് വഴിയാണ് സൗഖ്യം ലഭിച്ചത്. അതിന് ഞാൻ 2009 തന്നെ സാക്ഷ്യം പറഞ്ഞതാണ്. പിന്നെ 2016 എൻ്റെ ഹസ്ബൻഡിന് ഒരു വലിയൊരു ഓപ്പറേഷൻ നടന്നു. അന്നാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. അപ്പം ഞാനും എൻ്റെ ഭർത്താവും വന്നു, അച്ഛനെ കണ്ടു. അച്ഛൻ പറഞ്ഞു, സർജറി ചെയ്യേണ്ടി വരും, എങ്കിലും സുഖം പ്രാപിക്കുമെന്ന് പറഞ്ഞു. ഇന്ന് എൻ്റെ ഭർത്താവ് 3 സ്ക്രൂ ഇട്ടിട്ടുണ്ട്. വലിയ വലിയ ജോലികളാണ് ചെയ്യുന്നത്. വലിയ ഭാരമുള്ള കട്ടകളൊക്കെ എടുത്തുള്ള പണികളാണ് ഇപ്പോഴും ചെയ്യുന്നത്. യാതൊരു കുഴപ്പവുമില്ല. പിന്നെ എനിക്ക് ഞാൻ ഈ 2022 ശേഷം ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വയറുവേദനയും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. ഞാനപ്പോൾ ലിസി ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് പോയി. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം പോയപ്പോൾ ഒറ്റക്കാണ് പോയത്. അപ്പോൾ വീട്ടിലെല്ലാവരും എന്നോട് പറയും, ഞങ്ങൾ വരാമെന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, വേണ്ട, ഞാൻ മാതാവിൻ്റെ കാശ് രൂപമായിട്ടാണ് പോകുന്നത്, അമ്മ എൻ്റെ കൂടെ വരും, എനിക്ക് അപ്പച്ചനും അമ്മച്ചിയില്ല, എൻ്റെ അമ്മ എൻ്റെ കൂടെ വരും, അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയെയും കൊണ്ട് പോയിക്കോളാം, നിങ്ങളാരും വരണ്ടെന്ന് പറയും. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്തു. ടെസ്റ്റുകൾ കാണിക്കുമ്പോഴും അമ്മയുണ്ടല്ലോ എൻ്റെ കൂടെ, എൻ്റെ രോഗവിവരം പറയുമ്പോൾ കേൾക്കാനായിട്ട്
എൻ്റെ അമ്മയുണ്ട് എൻ്റെ കൂടെ എന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു യാതൊരുവിധ കുഴപ്പവുമില്ല, ഗ്യാസിൻ്റെ മരുന്ന് മാത്രം കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ആ രോഗാവസ്ഥയ്ക്കും മാതാവ് സൗഖ്യം തന്നു. ഇനി എൻ്റെ മകൾക്ക് കിട്ടിയ വലിയ അനുഗ്രഹം എൻ്റെ മകൾ പറയും. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ 2022 +2 പാസ് ഔട്ട് ആയത്. അതിനുശേഷം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അബ്രോഡ് പോയി പഠിക്കണം, അതും നഴ്സിംഗ് തന്നെ എടുക്കണം എന്ന്. അങ്ങനെ ഞാൻ 2022 നവംബറിൽ യു കെയിൽ ഒരു ബൂസ്റ്റർ യൂണിവേഴ്സിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻ അയച്ചായിരുന്നു. അതിനുശേഷം ഒരു 3 മാസത്തേക്ക് എനിക്ക് ഒരു റിപ്ലൈയും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ചെയ്തു. അത് ചെയ്ത് നവംബർ 15 ഞാൻ റിക്വസ്റ്റ് ചെയ്തത്. നവംബർ 18 എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിട്ടേൺ മെയിൽ വന്നു. അപ്പം സ്വാഭാവികമായിട്ടും നമുക്കറിയാം അബ്രോഡ് പോയി പഠിക്കണം, അതും പ്രത്യേകിച്ച് നഴ്സിംഗ് പഠിക്കണം. അപ്പോൾ IELTS വേണ്ടി വരും. അങ്ങനെ ഞാൻ IELTS കോച്ചിങ്ങിന് പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ഞാൻ ഒരു 6 മന്ത്സോളം IELTS പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ടും എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു IELTS ഇല്ലാതെ പോയാലോ. അങ്ങനെ അമ്മക്ക് എന്തോ പ്രാർത്ഥിച്ചപ്പോഴേക്കും അമ്മയോട് ആരോ പറയണ പോലെ തോന്നി.